ഹലോ, ഇന്നത്തെ റെസിപ്പിയാണ് നമ്മുടെ കാൻഡിൽസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്ത് പേസ്റ്റായിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതൊരു ബൗളിലേക്ക് മാറ്റി ഇനി അതിലേക്ക് 1/2 കപ്പ് അളവിൽ റവ, 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവ്, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതും കൂടെ എല്ലാം കൂടി ഇട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക. കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി ഈക്വലായിട്ട് 2 ബോൾസാക്കി മാറ്റിയെടുത്ത് കുറച്ചധികം നമ്മൾ മാവ് തൂവി കൊടുക്കുക. കാരണം നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ ഇത്. അതുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ തൂവി കൊടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ അത്യാവശ്യം ഒരു കട്ടിക്കല്ല പരത്തിയെടുക്കുന്നത്. ആ ഒരു പരുവത്തിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാവ് തൂവിയിട്ട് വേണം നിങ്ങൾ പരത്തിയെടുക്കാനായിട്ട്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഡബ്ബാണ് നമുക്കുള്ളത് കേട്ടോ. അതല്ല നല്ല കട്ടിയായിട്ട് പോകാനും പാടില്ല. ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ടൊമാറ്റോ പേസ്റ്റിൻ്റെ അതിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ടാങ്കിൾസിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് അധികം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്റ്റ് ടാങ്കിൾസിൻ്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതേപോലെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി വിതറുക. അപ്പോൾ ഇത് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പൊടി വിതറുമ്പോൾ ഒട്ടി പിടിക്കത്തില്ല. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ സൈഡ് ടു സൈഡായിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പോർഷൻ എടുത്ത് അതിൽ നിന്ന് ഓരോന്ന് വിടുവിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ അത് നല്ലതുപോലെ ഒട്ടിയിരിക്കും. പിന്നെ ഒന്നേന്ന് പരത്തി നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടി വരും. പിന്നീട് ചെയ്യേണ്ടുന്നത് നല്ല തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ്. നമ്മൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുകയല്ല. കുറച്ചൊരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരണം. അല്ലെങ്കിൽ അവസാനം തണുത്ത് വരുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയി വരില്ല. ഫുള്ളായിട്ട് അങ്ങ് തണുത്ത് പോകും. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അതുകൊണ്ടാണ് നല്ലതുപോലെ ക്രിസ്പി ആക്കി എടുക്കുക. എണ്ണയൊക്കെ നല്ലതുപോലെ പോക്കിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട വീഡിയോ മിസ്സായിപ്പോയി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ചാറ്റ് മസാല 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് മസാല കയ്യിലില്ലെങ്കിൽ ആ മുളക് പൊടിയുടെ കൂടെ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക്, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക.